നമ്മൾ കേരളത്തിലേക്ക് വീണ്ടും വരുന്നു. ഇവിടെ ചൂട് മാത്രമല്ല പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പാമ്പ് ശല്യം വലിയ വില്ലനായി മാറുന്നുണ്ട്. കടിയേൽക്കുന്ന ആളുകളുടെ എണ്ണം ഓരോ ദിവസവും കൂടുകയാണ്. ഇന്നലെ 2 പേർ പാമ്പ് കടിയേറ്റ് മരിച്ചിരുന്നു. 10ഓളം പേരാണ് ഇന്നലെ മാത്രം പാമ്പ് കടിയേറ്റ് ചികിത്സ തേടിയത്. MG പ്രദേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രദേശ്, ഓരോ ദിവസവും പാമ്പ് കടി ഏൽക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്ന സാഹചര്യമാണ്. ചൂടാണ്, അത് പാമ്പുകളെയും ബാധിക്കുകയാണ്. തണുപ്പ് തേടി വരുന്നതാണ്. പക്ഷേ നമ്മുടെ തലയണയ്ക്കിടയിലും അലമാരയ്ക്ക് താഴെയും ഒക്കെ പാമ്പുകളെ കണ്ടെത്തുന്ന സാഹചര്യം. എങ്ങനെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങളുള്ളത് പ്രദേശ്? കീർത്തന, സംസ്ഥാനത്ത് കാലാവസ്ഥ മാറ്റമില്ലാതെ തുടരുമ്പോൾ വളരെ ആശങ്കയുണ്ടാക്കുന്നത് ഈ പാമ്പുകടിയും പാമ്പുകടിയേൽക്കുന്ന മരണങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് അതീവ ജാഗ്രതയാണ് പ്രധാനമായും ആരോഗ്യവകുപ്പും വനംവകുപ്പും നൽകിയിരിക്കുന്നത്. ഓരോ ദിവസവും കൂടുതൽ പേർക്ക് പാമ്പുകടി ഏൽക്കുന്നു, അതിൽ അധികം പേരും മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചൂട് കൂടിയതോടുകൂടിയാണ് ഈ പാമ്പ് പ്രധാനമായും ജനവാസ മേഖലയിലേക്കും വീടുകളിലേക്കും എത്തുന്നത്. ഇന്നലെ മാത്രം 10ഓളം പേർക്ക് കടിയേറ്റു എന്നുള്ള പ്രാഥമിക വിവരമാണ് ആരോഗ്യവകുപ്പിൽ നിന്ന് വരുന്നത്. ഈ വർഷം ഇതുവരെ ഉള്ള മരണങ്ങൾ 5-ലധികമായി എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ മരണം കുറവാണെങ്കിൽ പോലും വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നിരവധി പേർക്ക് കടിയേൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യവകുപ്പ് പ്രത്യേക മുൻകരുതൽ നടപടികൾ എടുത്തിട്ടുണ്ട്. പ്രധാനമായും ആശുപത്രികൾ കേന്ദ്രീകരിച്ച് കൂടുതൽ ആന്റിവെനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. മാത്രമല്ല ഈ താഴെത്തട്ടിലുള്ള ആശുപത്രികൾ മുതൽ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എത്തുന്ന രോഗികൾക്ക് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണം. ഏതെങ്കിലും തരത്തിൽ കാഷ്വാലിറ്റിയിൽ രോഗികൾ എത്തുമ്പോൾ അതിൽ പാമ്പുകടി സാധ്യത കൂടി പരിശോധിക്കണമെന്ന നിർദ്ദേശമാണ് ആശുപത്രികൾക്ക് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 108 ആംബുലൻസിന്റെ സേവനവും ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. 108 ആംബുലൻസിന്റെ സേവനം പോലും ഓരോ ദിവസവും നിരവധി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കണക്കുകളാണ് നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല വനംവകുപ്പിന്റെയും ശക്തമായ ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. സർപ്പ ആപ്പ് വഴി ആളുകൾ നിരവധി പേർ ഈ പാമ്പുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് വിളിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രതിരോധ നടപടികൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങളും ഒരു ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പും വനംവകുപ്പും നൽകുന്നത്. കീർത്തന, ശരി, ചൂടിനൊപ്പം പാമ്പിനെയും കരുതണം. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പ്. സൂക്ഷിക്കുക അല്ലേ? MG പ്രദേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.